ചായ കുടിക്കൂ കോടീശ്വരനാവും, ചായ കുടിക്കൂ ലക്ഷപ്രഭു ആവും. ഒരു ചായപ്പൊടി വാങ്ങി ചായ ഉണ്ടാക്കി കുടിക്കുകയോ കാറ് കിട്ടും, ഐഫോൺ കിട്ടും. സംഗതി പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കത്തി തുടങ്ങിയിട്ടുണ്ടാവും. ബോച്ചേട്ടി നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുമ്പ് വരെ ഈ മൊബൈൽ റീചാർജ് കടകൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ട്രെൻഡായിരുന്നു. പിന്നെ അതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറിയിട്ട് അതെന്തായി, കുറേ ഈ തട്ടുകട സെറ്റപ്പ്, അൺലിമിറ്റഡ്, ഞാൻ മലപ്പുറത്തെ കാര്യമാണ്, അൺലിമിറ്റഡ് തട്ടുകടകളിലേക്ക് മാറി. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് നേരെ ഈ പൊറാട്ട കമ്പനിയായി. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫുട്ബോൾ ടർഫുകളായിരുന്നു. അപ്പോൾ ഓരോ ടൈമിൽ ഓരോ ബിസിനസ് ഇങ്ങനെ പെട്ടെന്ന് വൈറലാവും. അതുപോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇപ്പോൾ ഞാൻ കാണുന്നത് ബോച്ചേട്ടി മോനെ വൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ആരുടെ ഇടയിലും സംസാരം ബോച്ചേട്ടിയാണ്. ഇപ്പം ചായ പൊടി നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ് വീട്ടിലേക്ക്. ഇപ്പോൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു സ്ക്രാച്ച് കാർഡ് അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള രീതിക്കാണ് തോന്നുന്നു. ആളുകൾ എന്തായാലും വാങ്ങുന്നുണ്ട്, പലർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ബോച്ചേട്ടി റിലേറ്റഡ് ആയിട്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സമയത്ത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ മറുനാടൻ മലയാളി സാജൻസ്ക്കറിയാം, മറുനാടൻ മലയാളി ചാനലിൽ ഇഷ്ടം പോലെ വീഡിയോസ് വരുന്നുണ്ട്. ഇത് ലോട്ടറിയാണ്, സമാന്തര ലോട്ടറിയാണ്, ബോച്ചേട്ടി തട്ടിപ്പാണ്, ഇങ്ങനെ കുറേ വീഡിയോസ് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി നോക്കുന്ന ടൈമിൽ ബോച്ചയുടെ ഒരു മറുപടി, ഓക്കെ, മറുനാടിന് ബോച്ച ഒരു മറുപടി കൊടുക്കുകയാണ്. 10 കോടി രൂപയാണ് ബോച്ചെ മറുനാടൻ, ഇതൊരു തട്ടിപ്പാണ്, ഇതിൽ നിന്ന് ഞാൻ പൈസ സമ്പാദിച്ചു, ബോച്ചേട്ടിയിലൂടെ ഞാൻ പൈസ സമ്പാദിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മറുനാടന് ഞാൻ 10 കോടി രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ ബോച്ചയുടെ ഒരു വീഡിയോ ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം. അതായത് മറുനാടനെയായിട്ട് ആ ഒരു എന്താ പറയുക ഇൻട്രാക്ഷന്, മറുനാടൻ്റെ ഓഫീസിലേക്ക് എന്നെ ക്ഷണിക്കൂ, ഞാൻ പ്രൂഫുമായിട്ട് വരാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങേരിട്ട വീഡിയോ ആണ്. ഈ ബോച്ചേറ്റി ഒരു തട്ടിപ്പാണ് എന്നതിന് ഒരു തർക്കവും വേണ്ട. ആ ബോച്ചേറ്റിയിലൂടെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തന്നെ കോടികൾ സമ്പാദിച്ചു കാണും. ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ പദ്ധതികളും ഇങ്ങനെ തന്നെയാണ്. ബോച്ചേറ്റി തട്ടിപ്പാണ്. ബോച്ചേറ്റി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ കോടികൾ ഉണ്ടാക്കി, കോടികൾ തട്ടിച്ചു എന്നാണ് മിസ്റ്റർ സാജൻസ്ക്കറിയ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ പറയുന്നില്ല, നമ്മളുടെ രേഖകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. രേഖകൾ സംസാരിക്കട്ടെ. എന്താണ്, എത്ര കോടി രൂപ ഈ 2 മാസം കൊണ്ട് ബോച്ചെ ഉണ്ടാക്കി? ഞാൻ ഇന്ന് വരെ ഏകദേശം 20 കോടി രൂപയോളം ബോച്ചേട്ടി ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ ബോച്ചേട്ടി വാങ്ങുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞു. കൂടാതെ 15,000-ഓളം ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചവരിൽ നിന്ന് 100ഓളം പേർക്ക് ഞാൻ ഫ്രാഞ്ചൈസി കൊടുത്തു. 10 പൈസ വാങ്ങാണ്ടാണ് ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ളത്. അതൊരു നിശ്ചിത നമ്പർ വരെ പൈസ വാങ്ങാതെ കൊടുക്കും. പ്രചാരത്തിന് വേണ്ടിയും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അർഹിക്കുന്നവർക്ക് വേണ്ടിയും സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, ഈ കാണുന്ന രേഖകളാണ് സംസാരിക്കുന്നത്. എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 10 ലക്ഷം ഒക്കെ കൊടുക്കുമ്പോൾ TDS പിടിച്ചിട്ടാണ്, GST എല്ലാ ടാക്സുകളും അടച്ച രേഖകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളാണ് സംസാരിക്കുക. ഞാൻ ഒരു അക്ഷരം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് മറുനാടന് ബോച്ചെ കൊടുത്ത റിപ്ലൈ. 20 കോടി രൂപയോളം ബോച്ചെ സമ്മാനമായിട്ട് കൊടുത്തു കഴിഞ്ഞു. ബാങ്ക് ത്രൂ TDSും ടാക്സും കട്ട് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് പോകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തെളിവടക്കം മറുനാടൻ്റെ ഓഫീസിലേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് ബോച്ചെ സംസാരിച്ച് തുടങ്ങുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബോച്ചെ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ആ ബിസിനസ് തുടങ്ങുമ്പോൾ അതിലേക്കൊരു പ്രമോഷൻ്റെ ഭാഗമായി, ഞാൻ ബേസിക്കലി ഇത് കാണുന്നത് ഒരു പ്രമോഷൻ പർപ്പസാണ് ബോച്ചെ ഉദ്ദേശിക്കുന്നത്. കാരണം 20 കോടിയോ 30 കോടിയോ ഒരു 4000 കോടീൻ്റെ പ്രൊജക്റ്റിലേക്ക് ഒരു ടീം നിങ്ങൾ ആലോചിച്ചോ,
ഒരു 5000 കോടി 4000 അല്ലെങ്കിൽ 3000 കോടീൻ്റെയൊക്കെ ഒരു പ്രൊജക്റ്റ് മനസ്സിൽ വെക്കുമ്പോൾ അവർ എത്ര കോടി രൂപേൻ്റെ പ്രമോഷൻ പർപ്പസ് അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഒരു 4000 കോടിയാണെങ്കിൽ ഒരു മിനിമം 40 കോടി രൂപ അല്ലെങ്കിൽ ഒരു 100 കോടിയെങ്കിലും അവർ മാറ്റി വയ്ക്കില്ലേ പ്രമോഷന് വേണ്ടിയിട്ട്. മേ ബി അങ്ങനെയാണെങ്കിലും ഈ പരിപാടി, കാരണം ബോച്ചേൻ്റെ ഈ ഒരു ചായപ്പൊടി പരിപാടി തുടങ്ങുന്നത് ഇപ്പോൾ ഇന്ത്യയല്ല, കൊഞ്ചം മുമ്പാണ്. അതിൻ്റെ ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. തേയില വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ AVT ഗ്രൂപ്പിന്റെ മേപ്പാടിയിലുള്ള 1000 ഏക്കർ തേയിലത്തോട്ടവും ഫാക്ടറിയും സ്വന്തമാക്കി ബോബി ചെമ്മണൂർ. ബോച്ചെ ഭൂമിപുത്ര എന്ന കമ്പനിയുടെ കീഴിലുള്ള തോട്ടം ഇനി മുതൽ ബോച്ചെ 1000acre.com എന്ന പേരിൽ അറിയപ്പെടും. വരും മാസങ്ങളിൽ ബോച്ചെ ടീ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായി തുടങ്ങും. ഉടൻ ആരംഭിക്കുന്ന കേറ്റിൽ ഫാമിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1000 മികച്ച ഇനം പശുക്കളെ ഇറക്കുമതി ചെയ്യും. ശുദ്ധമായ പാൽ, തൈര്, നെയ്, ചീസ്, ഐസ്ക്രീം എന്നിവയ്ക്ക് പുറമെ വിഷരഹിതമായ ഓർഗാനിക് പച്ചക്കറികളും പഴങ്ങളും ഏലവും ബോച്ചെ ബ്രാൻഡിൽ വിപണിയിലെത്തിക്കും. ഇന്ത്യൻ വിപണിക്ക് പുറമെ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് എന്നിവിടങ്ങളിലേക്കും ബോച്ചെ ടീ കയറ്റുമതി ചെയ്യും. വിദ്യാർത്ഥികൾക്ക് കൃഷിയും ടൂറിസവും പഠിക്കുന്നതിന് ഡസ് നിറം ക്ലബ് എന്ന പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. കൃഷിയിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം വിദ്യാർത്ഥികൾക്ക് നൽകി സ്വയം പര്യാപ്തരാക്കുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യമായി പഠിക്കാൻ സ്കൂളുകളും കോളേജുകളും തുടങ്ങുന്നതിന് പുറമെ ജോലിക്ക് മുൻഗണന നൽകുമെന്നും ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തൊഴിലാളികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. കൃഷി നിലനിർത്തി അതിന് യാതൊരു കോട്ടം വരാതെ ഉള്ള സൗകര്യത്തിൽ ടൂറിസം കൊണ്ടുവരണം. അങ്ങനെ ടൂറിസം പല പല പ്രോജക്റ്റുകൾ വരുമ്പോൾ ഈ നഷ്ടത്തിൽ പോകുന്ന എസ്റ്റേറ്റ് ലാഭത്തിലാവുമ്പോ ലാഭത്തിന്റെ വിഹിതം ഞാൻ നിങ്ങൾക്ക് തരും. ഓണാഘോഷത്തിന്റെ ഭാഗമായി എസ്റ്റേറ്റ് തൊഴിലാളികൾ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന് ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ വെച്ച് തൊഴിലാളികൾക്ക് ബോച്ചെ കിറ്റുകളും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു. ഓക്കെ, ഇതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇപ്പം ഈ ബോച്ചെ ടീ എന്ന് പറഞ്ഞ സാധനം ഉരുൾ തിരിഞ്ഞു വരുന്നതിൻ്റെ ഒരു ബേസിക് സാധനം തുടക്കം എന്ന് പറയുന്നത്. ബോച്ചെ വയനാട്ടിലേക്ക് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പ്ലസ് ഓർഗാനിക് ഫാമിംഗ് മാത്രമല്ല ഒരു ടൂറിസം, ഓർഗാനിക് ടൂറിസം എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ആയിട്ട് ഒരു വേറൊരു കോൺസെപ്റ്റ്. അതായത് മലയാളികൾ ഇപ്പോഴും അഡാപ്റ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ തിരിച്ചറിയാത്തതോ മനസ്സിലാക്കാത്തതോ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഓർഗാനിക് പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഇനി വരും കാലങ്ങളിലുള്ള ഒരു മാർക്കറ്റ്. നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ താമസിക്കുന്ന ആളുകളോട് നമുക്കൊക്കെ റിലേറ്റീവ്സ് ഉണ്ടാവില്ല, ഒന്ന് ചോദിച്ചു നോക്ക്. ഒന്നും വേണ്ട, നിങ്ങൾ ചുമ്മാ ബാംഗ്ലൂരൊക്കെ ഉള്ളവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഓർഗാനിക് പ്രൊഡക്ട്സിന്, ഫാം പ്രൊഡക്ട്സിന് ഭയങ്കര മാർക്കറ്റാണ്, ഭയങ്കര പ്രൈസാണ്. പക്ഷേ ഇത് വാങ്ങാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കാരണം ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ മായമില്ല എന്നുള്ള കൺസെപ്റ്റിൽ ആളുകൾ, ഈ ടെക്കീസൊക്കെ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓർഗാനിക് എന്ന് വെക്കുമ്പോഴത്തേക്ക് ഓടിപ്പോയി സാധനം വാങ്ങും. ഓക്കെ, കാരണം ഫാസ്റ്റ് ലൈഫാണ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ലൈഫാണ് അവർക്ക് മൊത്തത്തിലുള്ളത്. സോ ഓർഗാനിക് എന്ന് പറഞ്ഞൊരു സംഗതി കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ, ഓർഗാനിക് മിൽക്ക്, ഓർഗാനിക് വെജിറ്റബിൾസ്, ഇത് കേൾക്കുമ്പോഴത്തേക്കും ഓടിപ്പോയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങുന്ന ഒരു തരം ട്രെൻഡ് ഔട്ട്സൈഡ് കേരള ഭയങ്കരമായിട്ട്, കേരളത്തിലും കുറച്ചൊരു ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആഗ്രഹിക്കുന്ന ആളുകൾ പലരും, കോടീശ്വരന്മാരൊക്കെ ഈ പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. സോ ബോച്ചെ കുറേ അങ്ങോട്ട് ഫ്യൂച്ചർ കണ്ടിട്ടാണ് ഈ സംഗതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് പറ്റിയ സ്ഥലമാണ് വയനാട്, അതിന് പറ്റിയൊരു ആംബിയൻസ് ആണ് വയനാടുള്ളത്. വയനാട് ഇപ്പോഴേ പോയിട്ട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഗാനിക് ഫാമിങ് പ്ലസ് ടൂറിസം, പുറത്തുനിന്ന് എബ്രോഡിൽ നിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഒരു ഐഡിയ ആണ് ബോച്ചെ, ബിസിനസ് തന്ത്രമാണ്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ഇപ്പം ചെയ്താലും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബോച്ചെ ടീ കൂപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്താലും ഇത് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നൊരു പരിപാടി. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് ഇത് ഭയങ്കര, കാരണം ബോച്ചയുടെ കയ്യിലായിരിക്കും സ്ഥലങ്ങൾ, ബോച്ചയായിരിക്കും ഈ ഓർഗാനിക് ഫാമിങ്ങോ അല്ലെങ്കിൽ പരിപാടികൾ അല്ലെങ്കിൽ ഓർഗാനിക് വെജിറ്റബിൾസ് ഇതിലൊക്കെ ഫസ്റ്റ് മുൻപിൽ വന്ന് നിൽക്കുന്നത് ബോച്ചേൻ്റെ പ്രൊഡക്ട്സ് ആയിരിക്കും. നല്ല തോട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഇനി ഇതിന് വേറൊരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാൻ വയ്ക്കാം. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു 1000 ഏക്കർ നമ്മൾ ഇത് ഇങ്ങനെ കിട്ടിയത്. ഇത് AVT ഗ്രൂപ്പിന്റെ ആയിരുന്നു ഈ 1000 ഏക്കർ. അപ്പോൾ എസ്റ്റേറ്റും ഫാക്ടറിയും കൂടെ നമ്മൾ വാങ്ങി കുറച്ച് മാസങ്ങൾ മുമ്പ്. ഇതുപോലെയുള്ള ഒരുപാട് വുഡ് ഹൗസ്, മഡ് ഹൗസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ
ഒരു 1000 പശു, അതിൻ്റെ ബൈ പ്രോഡക്ട്സ്, ചീസ്, ഐസ്ക്രീം, പാല്, തൈര്, ഇതൊക്കെ ഉള്ള പരിപാടികളുണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലൊരു എയർപോർട്ട് വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്തിരുന്നു, നമ്മൾ സൗജന്യമായിട്ട് ഒരു 200 ഏക്കർ ലാൻഡ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിനും ടൂറിസ്റ്റുകൾക്കൊക്കെ എത്തിപ്പെടാൻ നല്ലതാണ്. വയനാടിൻ്റെ മൊത്തം ഡെവലപ്മെൻറ്റാണ്. ഇവിടെയുള്ളവരുടെ ബിസിനസ്സൊക്കെ കൂടും, ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ കമ്പനിക്കും എനിക്കൊക്കെ ഗുണമുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് അഡ്വഞ്ചറുകൾ വരുന്നുണ്ട്. ഏഷ്യയിലില്ലാത്ത ഒരു പുതിയ ഐറ്റം വരുന്നുണ്ട്. അതിൻ്റെ പേര് പറയുന്നില്ല, സസ്പെൻസിൽ നിൽക്കട്ടെ, അത് നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കാം, വരുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഫിലിം സിറ്റി, അതുപോലെയുള്ള വളരെ നേച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പിന്നെ ട്രക്കിംഗ്, ജീപ്പ് സഫാരി, കുതിര സഫാരി, ഒട്ടകം, അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലോക ടൂറിസത്തിൽ 1-ാം നമ്പറിലേക്ക് എത്തും. അതെ, ഇതിൽ എല്ലാം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയാൽ ദിസ് വിൽ ബി ഇന്ത്യാസ് ദ ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് എന്നൊരു ടൈറ്റിലും റെക്കോർഡൊക്കെ വരാനുള്ള രീതിയിലേക്കാണ്. എന്തായാലും 812 കിലോമീറ്റർ ഓടി വേൾഡ് റെക്കോർഡും പല ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയതാണ്. അപ്പോൾ ഈ റെക്കോർഡ് ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഈ 1000 ഏക്കറയും പ്രോപ്പർട്ടി ഒരു റെക്കോർഡ് സ്ഥാപിക്കണം, അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോർട്ടും എന്റർടൈൻമെന്റ് വേൾഡാക്കി മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യഘട്ടത്തിൽ 3000 കോടിയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ കണക്കുകളൊക്കെ വരുന്നുള്ളൂ. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക, ഒറ്റയടിക്ക് ചെയ്യില്ല. നമ്മൾ ഫേസ് ആയിട്ടാണ് ചെയ്യാൻ ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് തിയേറ്റർ, കാറിലിരുന്ന് സിനിമ കാണാം. ഓക്കെ. അപ്പോൾ വയനാടിൻ്റെ മണ്ണിലേക്ക് ഒരു എയർപോർട്ട് അടക്കം കൊണ്ടുവരാൻ ലാൻഡ് സർക്കാരിന് വിട്ടുകൊടുക്കുന്ന ബോച്ചെ, അതിലൂടെ ബോച്ചെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോച്ചെ എന്ന് പറഞ്ഞ ബ്രാൻഡ് അവിടെ വന്ന് ഇങ്ങനത്തെ ഓർഗാനിക് ഫാമിങ്ങും കാര്യങ്ങളും അയാളുടെ എല്ലാം ഇങ്ങനത്തെ ഈ ടൂറിസം സംഗതികളൊക്കെ ചെയ്യുമ്പോൾ സർക്കാരും കൂടി അതിൻ്റെ ഒരു ഭാഗമായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ പോകുന്നത് ബോച്ചയ്ക്ക് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ബോച്ചെ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് മാൻ, അയാൾ ഒരു വിഷണറിയാണ്. അയാൾ കുറേ മുന്നോട്ട് ചിന്തിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇത് ബോച്ചയുടെ തന്നെ ഫുൾ കംപ്ലീറ്റ് പൈസയും ബോച്ചയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. കാരണം ബോച്ചേനെ പോലെ കുറച്ച് ബുദ്ധിയുള്ള ബിസിനസ്സുകാരെന്ത് ചെയ്യും, അവരുടെ ബ്രാൻഡ്, ബോച്ച ഈസ് എ ബ്രാൻഡ്. അപ്പോൾ ബോച്ചയുടെ ഒരു ബ്രാൻഡ് വാല്യൂവിൽ കുറേ പേരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കാം വലിയൊരു പ്രൊജക്റ്റ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് അവരുടെ ഒരു എമൗണ്ട് കൂടി ആയിരിക്കും ഇത്ര വലിയ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ഈ ചെറിയ പ്രൊജക്റ്റ് അല്ല ബോച്ചയുടെ മൈൻഡിലുള്ളത്, എനിക്ക് ഉറപ്പാണ്. ബോച്ചയുടെ മൈൻഡിലുള്ളത് ഒരു 4000, 3000, 5000 കോടിയുടെ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേ ബി ഈ ഒരു ചായപ്പൊടി ഇപ്പോൾ മാർക്കറ്റിലേക്ക് അവർ ഇറക്കുന്നു. ഇതൊരു ഓർഗാനിക് ടീ ചായപ്പൊടി ഉപയോഗിച്ചവരൊക്കെ ട്രസ്റ്റ് മീ കുറേ പേരിനോട് പറഞ്ഞു വളരെ നല്ല ചായപ്പൊടിയാണ്, കിടിലൻ ചായപ്പൊടിയാന്ന് പറയുന്നത്. അപ്പോൾ ചായപ്പൊടിയുടെ ഒരു വിശ്വാസ്യതയും പിടിച്ചെടുക്കുന്നു. പ്ലസ് ആളുകൾ ഈ പറഞ്ഞ സ്ക്രാച്ച് കൂപ്പൺ ഇതാക്കിയിട്ട് അതിലൂടെ എന്താ പറയുക പൈസ കിട്ടുന്നുള്ളൊരു മെൻറ്റാലിറ്റി കിട്ടുന്നുമുണ്ട് പലർക്കും. സോ ഡബിൾ ബെനിഫിറ്റ് ആണ് ശരിക്കും ബോച്ചയ്ക്ക്. ബോച്ച എന്ന് പറഞ്ഞ വ്യക്തി ഈ കൂപ്പണിലൂടെ ആളുകൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചാരിറ്റി പോലത്തെ പരിപാടിയിലേക്കല്ല ബോച്ചയുടെ ഒരു നോട്ടം എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. ഡാറ്റാ ബേസ് ആണ്. ഓക്കെ. ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ്, ഒരു 4000-5000 കോടിയുടെ പ്രൊജക്റ്റ്, എയർപോർട്ട് അടക്കം ബോച്ചയുടെ മനസ്സിൽ ഒരു ഓർഗാനിക് ഫാമിംഗ് കൺസെപ്റ്റ് ഉണ്ട്, അത് വയനാട്ടിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ബോച്ചെ ടീ പ്ലസ് കൂപ്പൺ എന്നൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഡാറ്റ. നമ്മൾ ഈ ബോച്ചെ ടീയുടെ കൂടെ കിട്ടുന്ന കൂപ്പൺ ചുരണ്ടുമ്പോൾ അതിനകത്ത് നമ്പർ കൊടുക്കണം, ആളുടെ പേര് കൊടുക്കണം. അപ്പോൾ അത് അവരുടെ ഡാറ്റാ ബേസിൽ ഓൾറെഡി സേവ് ആവും. ഫ്യൂച്ചർ പ്രൊജക്ട്സിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവർക്ക് വേറെ എവിടെയും പ്രൊമോഷന് വേണ്ടിയിട്ട് ആളുകളിലേക്ക് ഒരു വാട്സാപ്പ് പ്രൊമോഷൻ അയക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ വേറെ എവിടെ നിന്നും ഡാറ്റാ ബേസ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ എല്ലാ ബിസിനസ്സിൻ്റെയും ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. നമ്മുടെ ഡാറ്റ, നമ്മുടെ നമ്പർ, നമ്മുടെ പേര്, നമ്മുടെ ഡാറ്റ. സംഗതി ഇപ്പോൾ അവർക്ക് കോടിക്കണക്കിന് ആൾക്കാർക്ക് ബോച്ചയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടും. മനസ്സിലായോ? ഒരു ചായപ്പൊടിയുടെ പാക്കറ്റിൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ വെക്കുന്നതോട് കൂടിയിട്ട് ആ ഡാറ്റ ബോച്ചയ്ക്ക് കിട്ടി. ബോച്ചയുടെ ഇങ്ങനത്തെ ഈ ഒരു 4000-5000 കോടിയുടെ ഒരു ടൂറിസം പ്രൊജക്റ്റ് പ്ലസ് ഈ ഓർഗാനിക് സാധനം വരുമ്പോഴത്തേക്ക് ഡാറ്റ തപ്പി എവിടെയും പോകണ്ട, ഡാറ്റ എവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ട, ബോച്ചയ്ക്ക് ഈ സാധനം ഓൾറെഡി കിട്ടി. പിന്നെ പ്ലസ് ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇടയിൽ ബോച്ചെ ഫ്രണ്ട് റണ്ണർ. ഓക്കെ. എനിക്ക് ഇതൊക്കെയാണ് ബോച്ചയുടെ ഈ ഒരു സംഗതിയിൽ നിന്ന്. പിന്നെ ബോച്ചെ എന്ന് പറഞ്ഞ ബിസിനസ്മാൻ എത്രയോ കാലമായിട്ട് ബിസിനസ് ചെയ്യുന്നത്. അയാൾ സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടോ നിയമത്തിനെ വെല്ലുവിളിച്ചിട്ടോ മറുനാടൻ പറയുന്ന പോലെ ഒരു എന്താ പറയുക തട്ടിപ്പ് പരിപാടി ഇതൊരു ബോച്ചെ ടീ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾക്ക് നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യൻ. ഈ ബോച്ചനെ വീഡിയോയിൽ വെച്ചിട്ടുള്ളൊരു
സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം. ആസ് സച്ച് ഡ്രോയിങ് ഓഫ് ലക്കി ഡ്രോ കൂപ്പൺസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ് ടു പർച്ചേസ് ഓഫ് ടീ ഡസ്റ്റ് Mr. Boche Bhumiputra Private Limited Company will not come under definition of Section 2B of Lotteries Regulation Act 1998. In the said circumstance, no offence under the Province of Lotteries Regulation Act 1998 will lie against the petitioner accused. അതായത് ലോട്ടറി പ്രിവെൻഷൻ ആക്ട് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഈ ലക്കി ഡ്രോ പോലത്തെ സാധനം കൊടുക്കുന്ന പരിപാടി ഇപ്പോൾ മറുനാടനിൽ അവർ സാജൻസ്കാരെ പറയുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം 40-50 രൂപേൻ്റെ സാധനമാണെങ്കിൽ ലക്കി ഡ്രോ വഴി അതിനേക്കാൾ വാല്യൂ ഉള്ള ഒരു പ്രൈസ് കൊടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അത് നിയമപരമായിട്ട് തെറ്റാണ് എന്നാണ് സാജൻസ്കാരെ പറയുന്നത്. പക്ഷെ അപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ ബോച്ചേട്ടിയുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഗണേഷ് കുമാറാണ്. മുഹമ്മദ് റിയാസ് പോയി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കിട്ടിയില്ല, ഗണേഷ് കുമാർ ചെയ്യുന്നതിൻ്റെ ഉണ്ട്. ഇപ്പോൾ സർക്കാർ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പല മന്ത്രിമാരും ഇൻവോൾവ് ആവുന്നു. അവരൊക്കെ ഈ ബോച്ചേട്ടീൻ്റെ ഉദ്ഘാടനത്തിന് പോകുന്നു. അവരൊക്കെ ഒന്ന് പഠിക്കാതെയും കാണാതെയും പോകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബോച്ച ഇതിനൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ അയാൾക്കൊരു ലീഗൽ സെല്ലോ സാധനമോ കാണില്ലേ. അയാൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അറ്റവും മൂല്യം നോക്കാതെ അയാൾ ചുമ്മാ പോയിട്ട് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണും വെച്ചിട്ട് ചായപ്പൊടി ഇറക്കി വിടും എന്നുള്ളത് എനിക്ക് പേഴ്സണലി അതെന്തുകൊണ്ടോ കണക്റ്റ് ആവുന്നില്ല. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളൊരു കാര്യം, ഇപ്പോൾ തുറന്നു വന്നിരുന്ന് ബോച്ചയെ വെല്ലുവിളിക്കുകയാണ് സാജൻസ്കറിയെ. ഓക്കെ, നിങ്ങളുടെ ഓഫീസിലേക്ക് എന്നെ കൊണ്ടുവരും, എന്നെ ക്ഷണിക്കൂ, ഞാൻ വരാം, 10 കോടി നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വെല്ലുവിളിക്കുകയാണ്. ഞാനൊരു ഒരു ക്ലിപ്പും കൂടി ഇവിടെ വയ്ക്കാം. അതുകൊണ്ട് മിസ്റ്റർ സാജൻ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ക്ഷണിക്കാമോ? തിരുവനന്തപുരത്താണ് നിങ്ങളുടെ സ്റ്റുഡിയോ. വിളിച്ചാൽ ഞാൻ വരാം. ഒരു ദിവസത്തെ നോട്ടീസ് തന്നാൽ മതി. താങ്കൾക്ക് ക്ഷണിക്കാമോ? എങ്കിൽ ഞാൻ അവിടെ വരാം. എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, GST, TDS എല്ലാ പേപ്പറുകളുമായിട്ട് ഞാൻ അവിടെ വരാം. കൂടാതെ മിസ്റ്റർ സാജൻ ഒരു സമ്മാനം കൂടിയായിട്ടാണ് ഞാൻ വരുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ആർക്കും തരാത്തൊരു സമ്മാനമാണ്, സർപ്രൈസ് ആണ്. 10 കോടി രൂപ. താങ്കൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, ബോച്ചെ ടീയിലൂടെ, ബോച്ചെ ലക്കി ഡ്രോയിലൂടെ ബോച്ചെ കോടികൾ സമ്പാദിച്ചു, ബോച്ചെ തട്ടിപ്പ് വീരൻ, വെട്ടിപ്പ് വീരൻ, ഉടായ്പ് വീരൻ എന്നൊക്കെ പറഞ്ഞു. രേഖകൾ വെച്ച് താങ്കൾ പരിശോധിച്ചിട്ട് ഞാൻ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു തട്ടിപ്പ് വീരൻ. ഇപ്പൊ ബിസിനസ്സിൽ സമ്പാദിച്ചാലും തട്ടിപ്പല്ല. ഇനി ഞാൻ സമ്പാദിച്ചിട്ടുമില്ല. അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 10 കോടി രൂപ ഞാൻ വരും, ഒരു ചെക്കായിട്ടാണ് വരിക. ഇനി അല്ല, ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ എനിക്ക് 10 കോടിയൊന്നും വേണ്ട. ഞാൻ വെറുതെ കിട്ടുന്നത് ഒന്നും വാങ്ങില്ല. എന്റെ ഫാദർ പഠിപ്പിച്ചിട്ടുള്ള ചില ക്വാളിറ്റികളിൽ ഒന്നാണ്, മോനെ വെറുതെ കിട്ടുന്നത് ഒന്നും വാങ്ങരുത്. ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു മിഠായി തരുമ്പോൾ വാങ്ങാം. അത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് എൻ്റെ ഒരു ആരാധിക ഒരു കാറാണ് സമ്മാനമായിട്ട് തന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും വാങ്ങില്ല, കൊടുക്കുകയുള്ളൂ. കൊടുത്താണ് ശീലം. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. ഇനി താങ്കളും എനിക്കറിയില്ല, ഒരു പക്ഷെ ഇതുപോലത്തെ ഒരു വ്യക്തിയാണെങ്കിൽ പോച്ചെ എനിക്ക് 10 കോടി വേണ്ട എന്ന് പറയുമായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ 10 കോടി പാവങ്ങൾക്ക് കൊടുത്തോടെ, നല്ലൊരു കാര്യമില്ല. 10 കോടി രൂപ തരാമെന്നാ പറയുന്നത് സാജൻസ്കറിയക്ക്. ഇതൊക്കെ തെളി, അതായത് ഞാൻ ഇതിലൂടെ ലാഭം സമ്പാദിച്ചു ബോച്ചേട്ടിയിലൂടെ എന്ന് പറയുമ്പോൾ, ഈ നഷ്ടം എന്ന് പറഞ്ഞ് ബോച്ചെ പറയുന്ന 10-20 കോടി ബോച്ചയ്ക്ക് നഷ്ടമല്ല ശരിക്കും. അത് റെക്കോർഡിക്കലി നഷ്ടമാണെങ്കിൽ പോലും ബോച്ചയ്ക്ക് കിട്ടുന്നത് ഇത്രയും പേരുടെ ഡാറ്റാബേസ് ആണ്. ഇത്രയും പേരിലേക്ക് ബോച്ചെ ടീ എത്തുന്നു, ബോച്ചെ ഫാമിംഗ് എത്തുന്നു, ബോച്ചയുടെ ഓർഗാനിക് ഫാമിംഗ് എത്തുന്നു, ബോച്ചെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് എത്തുന്നു. ഒരു 4000, 3000, 5000 കോടിയുടെ വലിയ പ്രൊജക്റ്റിന് വേണ്ടി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് 20, 30, 40 കോടി മുടക്കിയാലും അവർക്ക് അവരുടെ ബ്രാൻഡ് വാല്യൂ അല്ലേ കൂടുന്നത്, ട്രസ്റ്റ് അല്ലേ കൂടുന്ന ആളുകളുടെ ഇടയിൽ, അല്ലേ? വേറൊരു ക്ലിപ്പ് കൂടി ഞാനിവിടെ വയ്ക്കാം. താങ്കൾ സ്ഥിരമായിട്ട് ഞാൻ എന്ത് ബിസിനസ് ചെയ്താലും ചെയ്തതും ഇനി വരാൻ പോകുന്ന എല്ലാ ബിസിനസ്സും ഉടായ്പാണ്, തട്ടിപ്പാണെന്ന് താങ്കൾ പറയും. താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും എന്നെ കൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. താങ്കളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരുപാട് കാര്യങ്ങൾ താങ്കളെ കുറിച്ചും താങ്കളുടെ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ, പുറത്തുള്ള പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി.
അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയില്ല. പിരിഞ്ഞു പോകുമ്പോ അല്ലെങ്കിൽ തെറ്റി പോകുമ്പോ പലരും ഇല്ലാത്തത് പറയും, ഉള്ളത് പറയും, ഇതൊക്കെ ഉണ്ടാവാം. ഇതൊന്നും എന്റെ പ്രശ്നങ്ങളല്ല. അദ്ദേഹം പറഞ്ഞത്, ബോച്ചെ, നിങ്ങൾ മറുനാടൻ മലയാളിക്ക് മറുപടി കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. ഇത് കൊടുക്കുമ്പോൾ അയാളുടെ റീച്ച് കൂടുകയാണ്, വ്യൂവേഴ്സ് കൂടുകയാണ്. അപ്പോ ഏകദേശം ഒരു 40 ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹം ഒരു മാസം ഈ ന്യൂസും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ യൂസഫ് അലി ഇതുപോലെയുള്ള പലരെ കുറിച്ചും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, വിവാദമാവുമ്പോൾ ഇത് കാണാൻ ആൾക്കാരുണ്ട്. അല്ലാതെ എല്ലാ മാധ്യമങ്ങളിലും വരുന്ന ന്യൂസ് എന്നെ എടുത്തിട്ടുകൊണ്ട് കാര്യമില്ല. പുതുമ നിറഞ്ഞ വ്യത്യസ്തമായ ന്യൂസുകൾ ഉണ്ട്. അതിൽ എത്ര കണ്ട് സത്യമുണ്ട്, എത്ര കണ്ട് അസത്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയാനില്ല. അത് ഇത് കാണുന്ന ജനങ്ങൾ രേഖകൾ നോക്കി ബോധ്യപ്പെടുന്നവർ പറയട്ടെ. ഓക്കെ, അപ്പൊ ബോച്ചെ അല്ലെങ്കിൽ യൂസഫ് അലി ഒക്കെ മറുനാടൻ കണ്ടന്റ് ആണ്. ആ കണ്ടന്റുകൾ വഴി ബോച്ചയ്ക്ക് എന്താ പറയാ, ബോച്ചയ്ക്കൊന്നും പ്രതികാരം അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ആവശ്യം ആ കണ്ടന്റുകളിലില്ല. പക്ഷെ എൻ്റെ കണ്ടന്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുന്നു, നിങ്ങൾക്ക് അതിൽ നിന്ന് കാശ് കിട്ടുന്നു, നിങ്ങൾ എന്നെ കണ്ടന്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെയാണ് ലാഭം. അത് പറഞ്ഞ പ്രീവിയസ് വർക്കർ അവിടുന്ന് വന്ന ആൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ബോച്ചെ ഓടാൻ പോയ ടൈമിൽ, ബ്ലഡ് ബാങ്കിൻ്റെ കാര്യത്തിൽ ഓടാൻ പോയ സമയത്ത് ഇവരെന്തോ അപ്രോച്ച് ചെയ്തു മറുനാടൻ്റെ ആളുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ ഞാൻ ബോച്ചെ പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് എവിടെയോ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണോ ഇതെന്ന് പറയാൻ ഡൗട്ടുണ്ട്. കാരണം ബോച്ചെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ മറുനാട്ടിന് അടി തുടങ്ങും. അടി തുടങ്ങുമ്പോൾ ബോച്ചെ ഇവിടുന്ന് റിപ്ലൈ കൊടുക്കും. അവിടുന്ന് അടി, ഇവിടുന്ന് റിപ്ലൈ, അവിടുന്ന് അടി, ഇവിടുന്ന് റിപ്ലൈ പോകും. എന്നാൽ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും അത്യാവശ്യം കണ്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണ്. ബോച്ചെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഞാൻ വന്നിരിക്കാം നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ എന്ന് പറയുന്നു. മറുനാടനിലെ സാജൻസ് കറി ഇതുവരെയായിട്ട് ബോച്ചേനെ വിളിക്കുന്നില്ല. സാജൻസ് കറി തന്നെ പറയുന്നുണ്ട് ബോച്ചയായിട്ട് പേഴ്സണലി ഒരു പ്രശ്നവും കണ്ടിട്ടില്ല, ഏതൊരു ഫ്ലൈറ്റിൽ വെച്ച് കണ്ട പരിചയമേ ഉള്ളൂ. ബട്ട് ചെയ്യുന്ന പ്രവർത്തികൾ റൈറ്റ് അല്ല എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ബോച്ചയുടെ പല പ്രൊജക്റ്റുകളും എതിർക്കുന്നതെന്നാണ് മറുനാടൻ പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോച്ച ഇത്ര കൃത്യമായിട്ട് വെല്ലുവിളിക്കുമ്പോൾ ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായി ബോച്ചയെ വിളിച്ചു വരുത്തി ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെപ്പോലെ എത്ര പേർക്ക് ഞാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ മറുനാടൻ പ്ലസ് ബോച്ചേൻ്റെ ഇൻ്റർവ്യൂ നല്ല അടിപൊളി ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പക്ഷെ ബോച്ചെ ടീ എന്ന് പറയുമ്പോഴത്തേക്ക് ബോച്ചെ നിയമപരമായിട്ട് ലൂപ്പ് ഹോൾ, ഇപ്പോൾ ആ റോബിൻ ബസ് ഓടിയ സമയത്ത് നമ്മുടെ ഗതാഗത നിയമങ്ങളിലുള്ളൊരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് അവരെ ബസ് ഓടിച്ചത്. നമ്മുടെ ലോട്ടറി നിയമത്തിൽ എവിടെയോ ഉള്ളൊരു ലൂപ്പ് ഹോളിലാണ് ബോച്ചെ പിടിച്ചിട്ടുള്ളത്. അത് വെച്ച് ബോച്ചെ മുന്നോട്ട് പോകുന്നു. ആ പോകുന്ന ബോച്ചെ കൃത്യമായിട്ട് ബോച്ചയ്ക്ക് അറിയാം ബോച്ചയുടെ ഒരു വലിയ പ്രൊജക്റ്റിൽ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യും. അത് കൃത്യമായി ബോച്ചെ അത് സ്വന്തം, ബോച്ചയ്ക്ക് വേറെ ആരും വേണ്ടേ, ബോച്ച ഒറ്റയ്ക്ക് മതി. അത് ബോച്ച എന്ത് ചെയ്യുന്നു, ആ സംഗതി അങ്ങനെ ആഡ് വഴി ചെയ്തുകൊണ്ടിരിക്കുന്നു ബോച്ചെ. ആ ചെയ്യുന്ന കൂട്ടത്തിൽ എന്താവുന്നു, ബോച്ചയ്ക്ക് ഡാറ്റാബേസ് കിട്ടുന്നു. നാളെ ഒരു ഓർഗാനിക് ഫാമിലെ വെറ്ററൻ എന്നുള്ള രീതിക്ക് ബോച്ചയ്ക്ക് വരണം. കാരണം അതാണ് ഇനി നാളെ ലോകം. നമുക്കിവിടെ കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറയുന്നു. അറിയാലോ, കേരളത്തിലൊക്കെ ഇങ്ങോട്ട് വാങ്ങിയ ശീലമുള്ളൂ, അതുകൊണ്ട് കൊടുത്തുള്ള ശീലമല്ല. പിന്നെ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ ബോച്ചയ്ക്ക് വയനാടുള്ള കുറേ ഇങ്ങനത്തെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും കാറ്റിൽ ഫാമിങ്ങും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്കും എന്ത് ചെയ്യാം, നാളെ എയർപോർട്ടിലുള്ള സ്ഥലം വിട്ടുകൊടുത്ത് സർക്കാർ അവിടെ എയർപോർട്ട് ഉണ്ടാക്കിയാൽ നാളെ ബോച്ചയ്ക്കാ സുഖം. പ്രൊഡക്ട്സ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയക്കാൻ പറ്റും. സോ ബോച്ച ഈസ് എ ബ്രില്യൻ ബിസിനസ് മാൻ. ലൈക്ക് ബോച്ച, ഞാൻ പറഞ്ഞല്ലോ, ബോച്ച ടീയുടെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ നോക്കുക, അതൊക്കെ ആക്റ്റീവാണ്. അതിനകത്ത് ഓരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെയും വിളിച്ച് ബോച്ച കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ വഴിയാണ് ഈ 10 ലക്ഷം കിട്ടിയ ആളുകളുടെ വീഡിയോസ് ഇട്ടിട്ട് പോകുന്നത്. സോ അതൊക്കെ ഒരു ക്രെഡിബിലിറ്റി കൂട്ടുന്ന ഒരു പരിപാടിയാണ് ബോച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ. ഈവൻ ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്തും ബോച്ചയുടെ പേഴ്സണൽ പേജിൽ നിന്ന് എനിക്കും ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കോൺടാക്ട് നമ്പർ അയക്കാൻ പറഞ്ഞിട്ട്. ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ അയച്ചു കൊടുത്തിരുന്നു. പിന്നെയാണ് ലേറ്റർ ഓൺ ഞാൻ ബാക്കി കുറച്ച് ആളുകളോട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ ബോച്ച ടീയുടെ ഭാഗമായിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കാം നമ്പർ ചോദിച്ചു. എനിക്ക് വീഡിയോ വന്നാൽ തന്നെ ഉള്ളത് അറിയാൻ പറ്റും. എനിക്ക് വീഡിയോ വന്നിട്ടില്ല, ബട്ട് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഗതി. അതായത് ബോച്ചെ ടീ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ വലിയൊരു പ്ലാൻ, ഒരു ഭീകരമായൊരു 3000-4000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വയനാട് അങ്ങേര് ഓൾറെഡി മൈൻഡിലുണ്ട്. അത് ഓൾറെഡി അങ്ങേര് പരിപാടി തുടങ്ങി.
ബോച്ചെ ടി ഇസ് ജസ്റ്റ് എൻ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദാറ്റ്. ഒരു ഇനീഷ്യൽ പാർട്ട് മാത്രമാണ് അതിൻ്റെ. അത് ബോച്ചെ കൃത്യമായി പ്ലേസ് ചെയ്തു ആളുകളുടെ ഇടയിൽ. ഇപ്പോൾ അത് ഭയങ്കര വൈറലായി ആളുകൾ കൂടുതൽ ഏറ്റെടുക്കുമ്പോൾ ഞാൻ അടുത്ത ബോച്ചയുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരും. അങ്ങനെ ഓരോ പ്രൊഡക്റ്റായിട്ട് ബോച്ചയെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ഫുൾ ഫ്ലെഡ്ജ് ഫോമിലെത്തുമ്പോഴത്തേക്ക് ബോച്ചയ്ക്ക് ഇങ്ങനത്തെ സ്ക്രാച്ച് ആൻഡ് വിന്നോ അതും ഇതിലൂടെ കിട്ടുന്ന ഡാറ്റാ ബേസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാനും ബോച്ചയ്ക്ക് പറ്റും. ഇത് ബോച്ചയുടെ പ്ലാൻ തന്നെയാണ്. ബോച്ച എന്ന് പറഞ്ഞ ബിസിനസ് സമ്മതിക്കണം നമ്മളവിടെ. ഇതാണെങ്കിലും കൊള്ളാം. മറുനാടൻ വെല്ലുവിളി ഏറ്റെടുത്ത് 10 കോടി രൂപ എന്ന് പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. ബോച്ചെ പോയി അവിടെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്ക് കുറേ ഡൗട്ട്സ് ക്ലിയർ ആവും, മറുനാടിനും കുറേ ഡൗട്ട്സ് ക്ലിയർ ആവും, ബോച്ചയ്ക്ക് ബോച്ചൻ്റെ സൈഡും പറയാൻ പറ്റും.